ഉമർ സർ, ഹുസൈൻ സാഹിബിന്റെ വീടൊന്ന് വാച്ച് ചെയ്യണം. ആരൊക്കെ വരുന്നു പോകുന്നു പ്രത്യേകം നോട്ട് ചെയ്യണം, രാത്രിയും പകലും. വേണമെങ്കിൽ ഒരു ഇൻഫോർമർ വെച്ചോളൂ സർ. ദാക്ഷായണിയും സുധാകരനും പാറയപ്പുറമിനടുത്തുള്ള വീട്ടുകാരിൽ നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ നോക്കണം. തൽക്കാലം എത്ര ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിക്കാം. നമുക്കും ചാർജ് ഉണ്ട് കേട്ടോ. സോറി, എനിക്കൊരു ഡൗട്ടുണ്ട് സർ. എന്താണ്? സാറ് ബ്രീഫിംഗിൽ പറഞ്ഞതുപോലെ ഹുസൈൻ സാബിനെ ചുറ്റിപ്പറ്റിയും പാറയപ്പറമ്പ് പ്രദേശത്ത് മാത്രം മതിയോ അന്വേഷണം? തൽക്കാലം ഫോർ എ ബിഗിനിങ്. ഇതാണോ സംശയം? അല്ല സർ, ഈ സംഭവത്തിൽ നമ്മൾ മുസ്ലിം തീവ്രവാദികളല്ലേ സംശയിക്കേണ്ടത്? ആണെങ്കിൽ SI ഉമർ അന്വേഷണ സംഘത്തിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം അവൻ മുസ്ലിം അല്ലേ സർ? ലോകത്തുള്ള സകല മുസ്ലിങ്ങളും തീവ്രവാദികളല്ല മിസ്റ്റർ വർമ്മ. അത് മാത്രമല്ല, SI ഉമറിന് കോൺസ്റ്റബിൾ ആയിരിക്കുന്ന കാലം മുതൽ എനിക്കറിയാം. എന്നെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ അയാളെ വിശ്വസിക്കാം. വികാരമല്ല, വസ്തുതകളാണ് നമ്മൾ നയിക്കേണ്ടത്. ഫാക്ട്സ് സർ. കള്ളംകുട്ടാവാ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ ഹുസൈൻ സാഹിബിന്റെ വീട്ടിൽ ആരൊക്കെ വരുന്നു പോകുന്നു എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. ആ കടക്കാരന് വല്ല സംശയവും? എല്ലാറ്റിനും സംശയം എനിക്കാ. നിന്നെ ആരും സംശയിക്കാതിരുന്നാ മതി. അപ്പൊ വിവരങ്ങൾ വിളിച്ചറിയിക്കണം. എന്നാ ഫോൺ. ആ ചെല്ല്, ബാ. കലാഷിനിക്കോ ഫാമിലിയിൽപ്പെട്ടതാണിത്. AK-47, സബ്മെഷീൻ ഗൺ, അസോൾട്ട് റൈഫിൾ, കാലിബർ 5.45 mm. മിസ്റ്റർ ബൽറാം, നിങ്ങൾ മുമ്പ് മേ ബി 1 or 2 years ബാക്ക് ഒരു റെയ്ഡിനിടയ്ക്ക് ഏതോ ജീപ്പിൽ നിന്നും കുറച്ച് തോക്കുകൾ പിടിച്ചെടുത്ത് ഇവിടെ അയച്ചിരുന്നില്ലേ? യെസ്. ഇതും ആ ഗ്രൂപ്പിൽ തന്നെ പെട്ടതാണ്. സെയിം. അല്ല സർ, ഇത് കുഴിച്ചെടുത്ത ഏതായാലും ഇത് അതേ സീരിയസിൽ പെട്ടതാണ്. ഷുവർ. താങ്ക് യു. സാറെന്താ ആലോചിക്കുന്നു? വർമ്മക്കിന്റെ മകൾ എങ്ങനെ മരിച്ചെന്നറിയോ? മകളെന്തോ ആക്സിഡന്റിൽപ്പെട്ട്. ആക്സിഡന്റ് ആയിരുന്നില്ല. ഇപ്പൊ ബാലിസ്റ്റിക് എക്സ്പെർട്ട് പറഞ്ഞില്ലേ ഒരു റെയ്ഡിന്റെ കാര്യം. ആ റെയ്ഡ് കഴിഞ്ഞ് വെപ്പൺസ് ഒക്കെ ഞങ്ങൾ സീസ് ചെയ്തു. പക്ഷേ ആ വണ്ടിയുടെ ഡ്രൈവർ വിളിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ ജീപ്പി കൊണ്ടേ വിടാന്ന് പറഞ്ഞിട്ട് അച്ഛൻ റെഡി ആയില്ലേ? മോളിന്ന് അച്ഛനൊരു റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ട്. നാളെ കൊണ്ടുവിടാം. നാളെ കൊണ്ടുവിടാം. ഉറപ്പ്? ഉറപ്പ്. ഷുവർ. ടാറ്റാ. അതൊരു ആക്സിഡന്റ് ആയിരുന്നല്ല. ഇറ്റ് വാസ് എ പ്ലാൻഡ് മർഡർ. അതെങ്ങനെയാ സർ? അതിനുശേഷം എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞങ്ങളിൽ ഒരാളുടെ ജീവൻ എടുത്തതിന് പകരം നിങ്ങളുടെ മകളുടെ ജീവൻ എടുക്കുന്നെന്ന് പറഞ്ഞു. ആരാ സർ ഫോൺ ചെയ്തത്? അവർ തന്നെ ആയിരിക്കും. ഹലോ സാർ. സാർ, DIG കാണണോ? ഇരിക്കൂ സാർ. ഈ ബോംബ് കേസ് അന്വേഷിക്കാൻ CM തന്നെ ചുമതലപ്പെടുത്തിയല്ലേ? ആ കോൺഫറൻസിൽ പലരും തനിക്കെതിരായിരുന്നു. ഞാൻ ഒരാളാണ് ബാലുവിന് വേണ്ടി വാദിച്ചത്. പിന്നെ അതെനിക്കറിഞ്ഞൂടെ? CM പറഞ്ഞിരുന്നു സാർ എനിക്ക് വേണ്ടി വല്ലാതെ വാദിച്ചിരുന്നു. ആട്ടെ, സ്ക്വാഡൊക്കെ തീരുമാനിച്ചോ? സാർ, യൂസി ബൽറാം, ഈ കേസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. DYSP ജോർജ് ഇല്ല എവിടെ? ഇങ്ങോട്ട് അയക്കൂ. ജോർജ് വിൽ അസിസ്റ്റ് യു. ബൽറാമിന്റെ കൂടെ അന്വേഷണത്തിന് സഹായിക്കണം. എന്താ? എനിക്ക് സന്തോഷമേ ഉള്ളൂ സർ. പക്ഷേ ബൽറാമിന് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഇല്ല സർ, ഇഷ്ടപ്പെടില്ല. കാരണം ഇയാളോടൊപ്പം വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അത് തന്നെ. അത് താൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഈ കാര്യത്തിൽ മതി സർ. CM എനിക്ക് പരിപൂർണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ധിക്കാരമാണ് താൻ പറയുന്നത്. അതെ സർ, ഞാൻ ധിക്കാരിയാണ്. അതൊരു പുതിയ കാര്യമല്ലല്ലോ. താൻ പോയിക്കോളൂ. അവൻ സമ്മതിക്കില്ലെന്ന് ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞതല്ലേ. എന്താ ജോർജ്, അന്നെ ബൽറാം കൂടെ ചേർത്തില്ല അല്ലേ? ഇല്ല, നാണം കെട്ട് തിരിച്ചു പോരേണ്ടി വന്നു. ഒരു കണക്കിന് ഉൾപ്പെടുത്താത്തത് നന്നായി എന്നാ ഇപ്പൊ തോന്നുന്നത്. എന്ത് വർത്താനീ പറയണേ? വട്ടൊന്നും അല്ല റഫീഖെ. അവൻ അന്വേഷണം തുടങ്ങട്ടെ. അത് അവസാനിപ്പിക്കുന്നത് ഞാനായിരിക്കും. എങ്ങനെയെന്നൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാവും. വഴി ഒന്നേ ഉള്ളൂ, വെട്ടൊന്ന് കഷ്ണം രണ്ട്. അതാണ് എന്റെ രീതി. വെട്ടും കുത്തുമെന്നൊക്കെ പറയാൻ എളുപ്പമാ.
ഇതൊക്കെ ഫോണിലൂടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമല്ല. നമുക്ക് ഗസ്റ്റ് ഹൗസിൽ കൂടാം. എന്താ ജോർജ് അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞത്? MLA എന്താ ഒന്നും അറിയാത്ത പോലെ? DIG നിർബന്ധിച്ചിട്ട് പോലും അന്വേഷണ സംഘത്തിൽ ജോർജിനെ എടുക്കില്ലെന്ന് ബൽറാം തറപ്പിച്ചു പറഞ്ഞു. ഹുസൈൻ സാബിനെ ബൽറാം ചോദ്യം ചെയ്തു. ബൽറാമിന് ഇപ്പൊ സലീമിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഇനി സലീമിന്റെ വഴിക്കാവൂ അവന്റെ അന്വേഷണം. അത് തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ആലോചിക്കേണ്ടത്. ഇവിടെ ആലോചനയല്ലാതെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. അതെന്താ റാണി അങ്ങനെ പറഞ്ഞത്? ഈ സലീമിന്റെ കാര്യം തന്നെ ഇത്ര കാലം കൊണ്ട് അന്വേഷിക്കുന്നു. അവൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഞാൻ അന്വേഷിച്ചു പല വഴിക്കും, പക്ഷെ ഒരു വിവരവും ഇല്ല. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കോളേജ് വരുമെന്നോ പാറേപ്പറമ്പ് കുത്തിക്കുഴിച്ച് ബോംബ് പൊട്ടുമെന്നോ ഒക്കെ ആരെങ്കിലും വിചാരിച്ചോ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നതായി മിസ്റ്റർ ദാസിനെ അറിയിക്കണ്ടേ? അദ്ദേഹം അറിഞ്ഞു കാണും. സകല പത്രങ്ങളും ടിവിയിൽ വന്നതല്ലേ. എന്നാലും നമ്മൾ അറിയിച്ചില്ലെന്ന് വരരുതല്ലോ. എങ്കിൽ റാണി തന്നെ ഒന്ന് വിളിക്കേ. ഹായ് റാണി. താരാദാസ് പലരും അന്വേഷിക്കുന്നു. എവിടെ ഉണ്ടെന്ന് എനിക്കും അറിയില്ല. സെൽഫോൺ ഓഫ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ റാണി വിളിച്ച കാര്യം പറയാം. പിന്നെ നിങ്ങളുടെ മിസ്റ്റർ മുസ്തഫ എൻ്റെ കൂടെ ഉണ്ട്. എയർപോർട്ടിൽ നിന്ന് റിസീവ് ചെയ്തുകൊണ്ട് വരിക. താരാദാസ് ദുബായിലെ ഷെയ്ക്കൊന്നുമല്ലല്ലോ. നിനക്കവൻ വലിയവനായിരിക്കും, എനിക്ക് അവനൊരു പുല്ലുമല്ല. സുരേഷ്, നന്ദി കേടാണ് നീ പറയുന്നത്. വെറും ഒരു ടാക്സി ഡ്രൈവർ മാത്രമായിരുന്നു നിന്നെ താരാദാസ് കൂടെ കൂട്ടി നല്ലൊരു ജോലി തന്നില്ലേ? ഒടുവിൽ വർക്കിംഗ് പാർട്ട്ണർ വരെ ആക്കിയില്ലേ? അതിന് പകരം നീ ചെയ്തതെന്താ? ആ മനുഷ്യനെ ചതിച്ചില്ലേ? താരാദാസിന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും നിന്നോട് ക്ഷമിക്കില്ലായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇടപെട്ടതുകൊണ്ടാ അന്ന് അതൊരു കോംപ്രമൈസിൽ എത്തിച്ചത്. വീണ്ടും നീ അയാളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ഈ കാര്യം ദാസിനെ അറിയിക്കും. ഇനി നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ഞാൻ അയാളോട് തുറന്നു പറയും. അത്രയ്ക്ക് ധൈര്യമുണ്ടോടാ നിനക്ക് എനിക്കെതിരെ പറയാൻ? പറയും. എങ്കിൽ ഇതുകൂടി ചെന്ന് എന്നോട് ചെയ്ത തെമ്മാടിത്തരത്തിന് നിന്നെ ഞാൻ കൊല്ലേണ്ടതാ. ഇപ്പൊ ഞാൻ വെറുതെ വിടുന്നു. ഇനി ഇത് ആവർത്തിച്ചാൽ ഇൻതമോ മൗജൂദ് ഫിൽ അർള്.